ഇപ്പോൾ ശ്രീ കെ അനിൽകുമാർ CPM നേതാവ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ അൻവർ UDFന്റെ ഭാഗമായി മാറും അല്ലെങ്കിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കും എന്നൊക്കെ ഉള്ളത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഞാൻ നടത്തിയ പോരാട്ടം പാർട്ടിക്കകത്ത് നിന്നുള്ള പിന്തുണയോടുകൂടിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് അത് എത്തിയപ്പോഴാണ് അതെല്ലാം മാറിയത്. ഫോൺ പോലും എടുക്കാതായി നേതാക്കൾ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് പാർട്ടിക്കകത്ത് നടന്ന ഒരു ഉൾപാർട്ടി സമരത്തിന്റെ ഉപോൽപ്പന്നമാണോ? അൻവർ യഥാർത്ഥത്തിൽ പരാതിപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലഭിക്കണം, അവിടെ തെറ്റായ ചില കാര്യങ്ങൾ അവരെ ഉപയോഗിച്ച് നടത്തണം, അതിന് കേരള സർക്കാർ വഴങ്ങണം. ഇതായിരുന്നു അൻവറിന്റെ ആവശ്യം. അതിന് കേരള സർക്കാർ തയ്യാറായില്ല. ഒരു ഇടതുപക്ഷത്തിന്റെ പിന്തുണയുടെ MLA എന്നതിലേക്ക് CPM-നോട് വിലപേശാൻ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അക്കാര്യത്തിൽ നിലപാട് കൃത്യമായിട്ടെടുത്തു. സംസ്ഥാന സർക്കാർ നിയമപരമായി പ്രവർത്തിക്കും. ഒരു വിട്ടുവീഴ്ചയും വ്യക്തിപരമായി ഒരാളോടും ആവശ്യമില്ല. നിയമം അതിൽ വഴിക്ക് പ്രവർത്തിക്കും. 8.25 കൊല്ലം ഇതിന്റെ ഭാഗമായി ഇന്നൊരാൾ എതിരാളിയായി പോയാൽ ഞങ്ങൾക്ക് ഭയപ്പെടാനുണ്ടോ? ഇതായിരുന്നു അടുത്ത ചോദ്യം. ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല. അൻവർ പറയാനുള്ളത് പൊതുമണ്ഡലത്തിൽ പറയട്ടെ. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മകൾക്കെതിരെ എന്ത് പുതിയതായി അദ്ദേഹം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്? നമുക്ക് നേർക്കുനേർ സംസാരിക്കാം. അൻവർ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായി ഗവൺമെന്റിനെതിരായി പുതുതായി കൊണ്ടുവന്നത്? മുമ്പ് UDF നേതാക്കന്മാരെല്ലാം പറഞ്ഞിരുന്നപ്പോൾ അതെല്ലാം കളവാണെന്ന് ഇടതുപക്ഷത്തു നിന്ന് വാദിച്ചിരുന്ന ഒരാൾ കൂടി ആ കളവ് പറയുന്നതെല്ലാം ഒരിക്കൽ കൂടി ഏറ്റു പറയാൻ തയ്യാറായി. VD സതീശൻ പറയാത്ത എന്ത് കാര്യമാണ് അൻവർ ഇവിടെ പറഞ്ഞത്? ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഏത് കാര്യം പറഞ്ഞാലും വസ്തുത വേണ്ടേ? നമ്മൾ പൊതുമണ്ഡലത്തിൽ വിട്ടോളൂ. കേരളത്തിലെ സർക്കാരിന് മുന്നിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഏത് വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ അൻവറിനെ 1000 തവണ ഞങ്ങൾ വെല്ലുവിളിച്ചു. ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. അൻവറിന്റെ സൗജന്യ ആവശ്യമില്ല. കാരണം തല ഉയർത്തിയാണ് സർക്കാർ നിൽക്കുന്നത്. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടാത്ത വിധം ഒരു അഴിമതിയും ചെയ്യാത്ത ഗവൺമെന്റാണിത്. അതുകൊണ്ട് അൻവർ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോ എന്തോ പുതുതായിട്ട് വെളിപ്പെടുത്തി ആ കേസ് പോലും പൊളിഞ്ഞ് പാളീസായി UDF തോറ്റ് ഒപ്പിയിട്ടിരിക്കുകയാണ്. BJPക്ക് അവരുടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ആ കേസിൽ ഒരു ചുക്കും ചെയ്യാനാവില്ല. അല്ല, ആ വിഷയമല്ലല്ലോ അൻവർ ഉന്നയിച്ചത് MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അയാൾ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും ഒക്കെ തലപ്പത്തുള്ള ആളാണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് P ശശിയുമായി ഈ കാര്യത്തിന് ബന്ധമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളൊക്കെ അവസാനം ചെന്ന് നിന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണ് അതുവരെ പിന്തുണച്ചിരുന്ന CPM നേതാക്കൾ ആ പിന്തുണ പിന്നീട് നൽകാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി MR അജിത് കുമാറിനെ കുറിച്ചാണെങ്കിൽ എന്ത് വസ്തുതയാണ് അദ്ദേഹം MR അജിത് കുമാറിനെ സത്യസന്ധമായി കൊണ്ടുവന്നിരിക്കുന്നത്? MR അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ഒരു വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. അത് ആധാരത്തിൽ വില കാണിക്കുന്നത് രൊക്കം പണമാണ് എന്നായിരുന്നു നമ്മുടെ മുമ്പിലെ ആരോപണം. ആ ആധാരത്തിന്റെ കോപ്പി ഇന്ന് പുറത്തുവിടട്ടെ. ഞാൻ അൻവറിനെ വെല്ലുവിളിക്കുന്നു. അൻവറിനെ ഇന്ന് വെല്ലുവിളിക്കുന്നു. അജിത് കുമാറിനെ സംബന്ധിച്ച് രൊക്കം പണം കൈമാറിയാണ് 33 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയത്. രൊക്കം പണം കൈമാറിയാണ് അത് വിൽക്കുന്ന രണ്ടാമത്തെ ഇടപാട് നടത്തിയത് എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ ആധാരത്തിന്റെ കോപ്പി എന്താ പുറത്തുവിടാത്തത്? അത് കൊടുത്ത് പോലീസിനെ എന്താ സഹായിക്കാത്തത്? ശരി, ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ CPM കുറെ കൂടി വോക്കലായി അൻവറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമായിരിക്കാം. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്.